അപ്പോൾ അതേ നമ്മുടെ തേജുവിൻ്റെ സ്കൂളിലെ യൂണിഫോമും ബുക്സൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാനാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞാനത് ആദ്യം ഈ ഒരു ഡ്രസ്സിലേക്ക് സ്ട്രഗാണ് ഇട്ടത്. പക്ഷെ എനിക്കത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കംഫർട്ട് കുറവ് തോന്നി കേട്ടോ. കാണുമ്പോൾ രസം ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു ഇത് തോന്നി. അങ്ങനെ ഞാൻ മാറിയിട്ട് അതിൻ്റെ ഉള്ളൊരു വേറൊരു ഇന്നർ ബനിയൻ എടുത്തിട്ടു കേട്ടോ. ഇത് സംഭവം എനിക്കിങ്ങനെ ഇപ്പം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേതായിരുന്നു കുറച്ചും കൂടിയും ഭംഗിയെന്ന്. പക്ഷേ ഇടാൻ എനിക്ക് കുറച്ചും കൂടിയും കംഫർട്ട് ഇതായിരുന്നു കേട്ടോ. അതിന് നമ്മളിത് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്കായിട്ടാണ് പോണത്. അപ്പോൾ ബസ്സിൽ പോകാന്നുള്ളൊരു പ്ലാനിലായിട്ടാണ് ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയത്. അപ്പോൾ തേജപ്പനാണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തായിരുന്നത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും ബസ് ഒന്നാമത് ഒരെണ്ണം പോയിരിക്കുന്നു, പിന്നെ ബസ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേറൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ കൂട്ടുപാത പോയി ഇറങ്ങിയിട്ടാണ്. അപ്പോൾ കൂട്ടുപാതയ്ക്ക് വിൻഷേട്ടൻ വരാമെന്ന് പറഞ്ഞു. വിൻഷേട്ടൻ ആദ്യം ഞാങ്ങാട്ടിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബസ് ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വിൻഷേട്ടൻ കൂട്ടുപാതയ്ക്ക് വന്നു. കുറേ നേരം ഞങ്ങളെ പോസ്റ്റ് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയെന്നും പറഞ്ഞിട്ട് ഇത് കുറേ നേരം ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ തേജ് കുറേ എണ്ണിപ്പറക്കുന്നുണ്ട്. അച്ഛനൊന്ന് നേരത്തെ വന്നുകൂടെ, എത്ര ബസ് അങ്ങോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിത് അവൻ്റെ സ്കൂളിലെത്തിയിട്ട് നമ്മൾ ബുക്കും ഷൂവും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ഇതേ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കണം. എങ്ങോട്ട് പോകുമ്പോൾ ഞാനായിരിക്കും ഇവരുടെ ലഗേജൊക്കെ ഏറ്റുന്ന ആൾ. അച്ഛനും മോനും സുഖമായി ഫ്രണ്ടിലിരുന്ന് പോകുന്നതൊക്കെ ഏറ്റി പിടിച്ച് ഞാൻ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയാട്ടാ. അങ്ങനെ നമ്മൾ ഇവിടെ ഫുഡ് മാഫിയയിൽ എത്തിയിട്ടോ, കാക്കരാത്തപ്പടി. ഇവിടെ വിൻഷേട്ട ആദ്യം വർക്ക് ചെയ്തിരുന്നു. 2 വർഷം മുന്നേ എങ്ങാണ്ട് ഇവിടെ മാനേജറായിട്ട് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഷവർമ്മ അനെന്തോ പറഞ്ഞിട്ട് ഞങ്ങളത് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടാന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വിൻഷേട്ടിന് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷെ കൂടുതൽ കഴിച്ചത് ഞാനും തേജപ്പനും ആണെന്ന് കേട്ടോ. പാവം വിൻഷേട്ട് ഞങ്ങളുടെ നിന്നുള്ള ബാക്കിയുള്ളതായിട്ടിരുന്ന് കഴിക്കണത് എൻ്റെ നിന്നും തേജുവിൻ്റെ ഇതേ കൈയിട്ട് വരി കഴിക്കേണ്ടത്. അങ്ങനെ ബില്ല് കൊടുത്ത് ഇറങ്ങിയപ്പോൾ തേജപ്പൻ്റെ തൊപ്പി ഞാൻ വെറുതെ ഒന്ന് വെച്ച് നോക്കി ചെയ്തിട്ടോ. അപ്പോൾ വിൻഷേട്ടൻ പറഞ്ഞു തേജുവിനേക്കാൾ ഭംഗിയുണ്ട് അമ്മയ്ക്ക് തൊപ്പി വെച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ചെറിയൊരു ഈഗോ ഒടിച്ച് തന്നെയെന്ന് വാങ്ങാനായിട്ടത് നോക്കണത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.